എല്ലാരും കേറാൻ പറ, എല്ലാരും കേറാൻ പറ. ഹലോ ഹലോ വാസുവേട്ടാ. ഹലോ ആ പറയടാ. അണ്ണൻ കല്യാണ അല്ല മറ്റേ ഇതിന് പോവില്ല പരിപാടിക്ക്. ഏത് പരിപാടിക്ക്? ഇവിടെ നിങ്ങളെ അപ്പുറത്തെ ഒരു അയൽവാസി വരാൻ പോലേ ആ, കുടിക്കല്. എടാ ആ ഇത് ജമാലു ആണോ ഉസ്മാനാണോ? ഇത് ജലാമു അല്ല ജമാലു. ജമാലു ആണല്ലേ? ആ എടാ ആ എടാ പരിപാടിക്ക് പോണം. പിന്നെ നീ വരുന്നില്ലേ? ഞാൻ നിങ്ങളെ കൂടെ വരട്ടെ. പിന്നെ നീ എന്റെ കൂടെ വാ. ആ ഞാൻ നിങ്ങളെ കൂടെ വരുന്നോണ്ട് നല്ല ഡെഡിക്കേറ്റ് ആയി നല്ല ഒരുങ്ങിയ വന്നത്. നിങ്ങളെ അവിടെ ഉള്ള ഡെഡിക്കേറ്റ് ആയിട്ടാ? അല്ല അമ്മ ഇംഗ്ലീഷ് ഒന്നും അറിയില്ല, പക്ഷെ എന്നാലും ഞങ്ങളെ നാണം കെടുത്തൂല. പ്രസംഗിക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കി വെച്ചാണ്. പ്രസവിക്കാൻ എന്തിനാ അവിടെ നിന്ന് പ്രസവിക്കണേ? പ്രസവിക്കാനല്ല, പ്രസംഗിക്കല് പാട്ട് പാടാൻ നല്ല പാട്ടൊക്കെ ആക്കി വെച്ചാണ് പാടാൻ. നീ വാ, നീ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിലോട്ടൊന്ന് വന്നേ. ആ വരെ ദേ വരുന്നു. ഇപ്പൊ എത്തും. ആ ദാ വരുന്ന. ഇവന്മാരെല്ലാം ഒരേപോലെ അല്ലേ? ജമാലു, ഉസ്മാന്, പിന്നെ ആരാ സാക്ക് ഉണ്ടായിരുന്നു തോന്നുന്നു. ഇവരെല്ലാം ഏകദേശം ഒരേപോലെയാ സംസാരിക്കുന്നത്. ഹലോ അണ്ണാ. ഹലോ ബസ് അണ്ണാ. ആ നിന്നെ കാണുന്നില്ല എനിക്ക്. ഞാൻ പുറകിലുണ്ട്. എനിക്ക് നിന്നെ കാണുന്നില്ല. ഹലോ ആ ഞാൻ നിങ്ങളെ പുറകിലുണ്ട്. ബ്രോ ഞാൻ വണ്ടി ജമാലു. നീ ഇങ്ങനാണാ മറ്റേ ഇതിന് ഫോൺ വന്നേ? ആ എടാ ഇത് ഷെയ്ക്കിനെ കളിയാക്കാൻ വേണ്ടി പറത ഇട്ടാന്ന് പറഞ്ഞാൽ അവരെ അവിടെ വെച്ച് തന്നെ അടിച്ച് അലക്കും, പിടിച്ച് നിന്നെ കുലിച്ചു നിർത്തും അവിടെ. ആണോ? ഒരു സംശയമില്ല. ഷെയ്ക്കിനെ കളിയാക്കാൻ അറിഞ്ഞോ? പിന്നല്ലാതെ ഷെയ്ക്ക് പറഞ്ഞിട്ടാ എടുക്കല്. പറതല്ലല്ലോടാ ഈ സാധനത്തിന് എന്തിനാ പേര് പറയുന്നത്? ഇതിന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. ചൊപ്പ അല്ല ജുബ്ബ. ചൊപ്പയാ ഇത്? ജുബ്ബയൊന്നുമല്ല. ജുബ്ബ ഇങ്ങനല്ല. ഇതിന് വേറെന്തോ പേര് പറയണേ. കന്തൂറ കന്തൂറ കന്തൂറ. ആ അറബി ഇടുന്നേ. അണ്ണ കണ്ണ് ചിമ്മൻ അതിന്റെ ഓർക്കുന്ന മാറ്റാ. വിഷമം വേണ്ട. ആ ഞാൻ കണ്ണു ചിമ്മി. അപ്പൊ ഓലെ കളിയാക്കണ ഒന്നും ഇടാൻ പാടില്ല. എടാ ഒരാൾ ഒരു വീട്ടിലത്തേക്ക് ഒരു കാര്യം പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ മാനേഴ്സിൽ പോവല്ലേ വേണ്ടുന്നത്? ഞാൻ നല്ല മാനേഴ്സിലൊരു ഡ്രസ് ധരിച്ചിട്ട് വരാണ്ണ. അണ്ണ കണ്ട ജിമ്മ് ഞാൻ ഫൈനൽ ലുക്ക് കണ്ടാ ഗെറ്റ് റെഡി ബിറ്റ്. ആ കണ്ണു ചിമ്മി തിരിച്ചിരിക്ക. ആ ഹലോ. ആ ഫൈനൽ ലുക്ക് കാണിക്കട്ടെ? ആ കാണിക്ക. ഇതുപോലെ കളിയാക്കിയിട്ടൊന്നല്ലേ. അണ്ണ എടാ ഇത് അടി വാങ്ങിക്കാനാണ് നീ ഇന്ന് ഒരു ആദ്യമായിട്ടായിരിക്കും ഒരു ഗ്യാങ് ഹൗസ് ഇനാഗുറേഷൻ അന്ന് തന്നെ ഒരാളെ ഹോസ്റ്റേജ് ആക്കി അവര് അതിനകത്തിട്ട് കക്കൂസ് കഴിപ്പിക്കാൻ പോണേ. അല്ല ഇതിനെന്താ കുഴപ്പം? നമ്മള് യോയോ. എടാ ഇത് യോയോ എന്നല്ല എഴുതിയേക്കുന്ന ഫക്ക് യു എന്നാണ്. ആണോ? ആ കന്നഡ കൊത്തില്ല, സോറി. ഇത് കന്നഡ അല്ലേ, ഇത് ഇംഗ്ലീഷ് അല്ലേ? അപ്പൊ ഇത് പ്ലക്ക് യു എഴുതിയേ? അണ്ണ സോറി, അണ്ണനെ റെസ്പെക്ട്. സോറി അണ്ണ, ഞാൻ പ്ലക്കണ ആളൊന്നല്ല. നീ പോയി മര്യാദക്ക് ഇടാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഡ്രസ് ഇട്ടുക. മര്യാദക്ക് ഇടാൻ പറ്റണ എന്തെങ്കിലും ഡ്രസ്. ആ അപ്പോഴത്തേക്കിന് ഞങ്ങൾക്ക് ഒരു പ്ലക്കലുണ്ട്, ഒരു വാറുണ്ട്. നമ്മൾ അണ്ണ എന്നെ വിളിക്കോ? പിന്നെ നിന്റെ നമ്പർ ഇപ്പൊ തന്നെ സേവ് ചെയ്യട്ടെ. ഒരു മിനിറ്റ് നമ്പർ അയച്ചാ. ഇങ്ങനത്തെ ഡ്രസ് ഒന്നും അപ്പൊ പറ്റൂലല്ലോ അണ്ണാ. മര്യാദക്ക് ഇടുന്ന ഡ്രസ്സേ പറ്റുള്ളൂ. ഫോൺ ഓൺ ആക്ക്, ഞാൻ തരാം. FPS കൂടി. ആ ഇപ്പൊ 297 FPS ആയേ. പറയടാ. ഫോൺ ഓൺ ആക്കൂ. ഓണാണടാ ഫോൺ. അവ കത്തി പോയേട്ടാ.